പുതുത്തം വിട്ട വെയിലാണ് മഞ്ഞൻ പറഞ്ഞ തല വേദനിക്കുന്നുണ്ട്. ചപ്പാത്തി കച്ചാറാ എന്തോ പറയണ്ടേ വണ്ടി ഒന്നും നിർത്തിയില്ലെങ്കിൽ ചാടി ഇറങ്ങി. പിന്നെ കട്ടർത്തിന്റെ ഒരു സുഖമുണ്ട്. വരാ ഇവിടെ വരാ എൻജോയ് ചെയ്യാം. സ്വർഗത്തിലാണ് ഗൈസ്, സ്വർഗത്തില്. ഗുഡ് മോർണിംഗ്. സമയം 6:30 ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ പതിയെ ഡോർ ഓപ്പൺ ചെയ്തു. സൗണ്ട് ഉണ്ടാക്കാതെ പുറത്തേക്കൊന്ന് ഡോർ ക്ലോസ് ചെയ്തു. വരൂ, ഇനി പ്രകൃതിയൊക്കെ കാണാം. ഇതാ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതായത് സീസൺ ആകുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ നീക്കുമ്പോൾ ഫുള്ള് മുറ്റൊക്കെ നിറയെ മഞ്ഞാവും എന്നാണ് പറഞ്ഞത് അവർ. സൂം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഗ്രാമങ്ങളെ കാണാനുണ്ട്. നമുക്കൊന്ന് മല കയറാൻ വേണ്ടി പോകാനുള്ളതാണ്. നല്ലൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം എക്സൈറ്റ്മെൻറ്റും നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ടീം ഇതാ താഴെ ടെൻ്റൊക്കെ അടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഇതാ കണ്ടോ, 2-3 ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് അവർ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ നേരം വൈകിയോണ്ട് ആപ്പിൾ പറിച്ചു കഴിക്കുന്ന ഇർഷാദാണ് നമ്മുടെ സ്വന്തം മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. പറയൂ ഇർഷ, നമ്മുടെ സ്വന്തം. തണുപ്പുണ്ട്, പിന്നെ കട്ടർത്തിന്റെ ഒരു സുഖമുണ്ട്. അതാ ഫ്രഷ് സാധനം അല്ലേ. എന്തോ പറയണ്ടേ നമ്മൾ രാവിലെ പോവുകയെ കുറിച്ച് 2 വാക്ക്. നമ്മളിപ്പോൾ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എവിടേക്കാ പോണത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയൂ. നമ്മൾ അങ്ങോട്ടാണ് പോണത്, മഞ്ഞിലോട്ട്. പൊള്ളിക്ക് നമ്മള് ഷുട്ടാപ്പി നമ്മൾ എവിടേക്കാടാ പോണേ? തണുത്ത് വിറച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. 2 വാക്ക് മൊഴിയാമോ? ഇതൊക്കെ എന്താ പറയുന്നത്? പൊളിക്കുന്ന പരിപാടി നല്ല തണുപ്പാണ്. ലൈക്കും കമന്റും ഒക്കെ കമന്റ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് താഴോട്ട് നടക്കണം, ഇങ്ങോട്ട് വണ്ടി വരൂല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് നിർബന്ധിതമായി കഴിക്കാനൊരു കാരണം കൂടിയുണ്ട്. ഉയരം കൂടും തോറും ഫുഡിന്റെ പ്രൈസും കൂടും. 8 മണിക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചതാണെങ്കിലും സമയം തട്ടിമുട്ടി 8:30 ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി എത്തി, എല്ലാവരും റെഡിയായി, നമുക്ക് പോവാം. എക്സൈറ്റഡ് ആണ് ഞങ്ങള്. വന്നിട്ട് 2 സൈക്കിൾ കൂടി ഞങ്ങൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. പറ്റാവുന്നിടത്തോളം തണുപ്പില്ലാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെന്നറിയില്ല, ഞങ്ങൾ പൊലിവിച്ച് പോണോണ്ടൊന്നും മഞ്ഞില്ലാതിരിക്കുമെന്നും പോലും എനിക്ക് സംശയമുണ്ട് കേട്ടോ. സഫ, അതിന് ചാൻസ് ഉണ്ടോ? പൊലിവ് കയറിയോണ്ട് മഞ്ഞിന്ന് ബ്രേക്ക് എടുക്കുവോ? കണ്ടിട്ടുണ്ടല്ലോ, കണ്ണിങ്ങനെ മഞ്ഞ് മതിയെന്നറിയോ ഞങ്ങള്? ഓക്കെ, രക്ഷിക്കടീന്നറിയോ? ഓക്കെ ഓക്കെ ഓക്കെ, എന്ത് പറയാൻ, അടിപൊളിയാവും. നമ്മള് വിജയിക്കും, നമ്മളെ വിജയിക്കും. രാവിലത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളിതാ താഴേക്ക് നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ക്രോസ് ചെയ്താൽ നമ്മളെ വണ്ടി എത്തും. ജാവോന്നാവോന്ന് പറയാ, ജാവോന്നാവോന്ന് പറയാ. പോവാന്നുള്ളീനടാ ലെറ്റ്സ് ഗോ എന്നുള്ളീന എന്താ പറയാ? നാശാവുന്ന ഇതാണ് നമ്മുടെ സ്വന്തം സ്കോൾബോ. നമ്മളെ റോഡിന്റെ അവസ്ഥ കണ്ടെങ്കിൽ മനസ്സിലാവുണ്ടാവും. നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടെയാണ് കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ മുന്നിൽ ഇതാ വൈറ്റ് കളറിൽ മഞ്ഞുമലയാണ് കേട്ടോ കാണുന്നത്. അടിപൊളിയല്ലേ? അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങി നമ്മൾ വാട്ടർ പ്രൂഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ റെൻറ്റിന് എടുക്കുകയാണ് കേട്ടോ. അതിന് ഷൂസും ഡ്രസ്സൊക്കെ റെൻറ്റിന് എടുക്കുകയാണ്. ഐ തിങ്ക് 250 രൂപയായിരുന്നു ഒരു സെറ്റിന് ഉണ്ടായിട്ടുള്ളത്. കാണാൻ കുറച്ച് ലുക്കും വേണം, എന്നാൽ സൈസ് സെറ്റാവും വേണം. ഇത് രണ്ടും പാടെ ഒത്തൊരു സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ലാസ്റ്റ് ഏതായാലും തപ്പിപ്പിടിച്ച് എല്ലാവരും ഓരോന്നും സെറ്റ് ചെയ്തു കേട്ടോ.
നമ്മളെ ഡ്രൈവർ ആൾ ഉഷാറായിരുന്നു കേട്ടോ. കൃഷി മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നു. മൂവി കുറച്ച് ബിൽഡിങ്സും ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. നമ്മളിതാ വണ്ടി സൈഡാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ചായ കുടിക്കുക. സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട് നമുക്ക്. റോത്താം പാസിലേക്ക് ഇവിടുന്ന് 17 കിലോമീറ്ററാണ് ഉള്ളത്. എല്ലാവരും ചായയൊക്കെ ഓർഡർ ചെയ്താൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓരോരുത്തർ ഇതാ സെൽഫിയൊക്കെ ഇട്ട് റാഹയിൽ ഇതാ സ്വന്തം ഫോട്ടോ മാത്രം എടുത്ത് ആസ്വദിക്കുന്നു. ഇത് നമ്മളെ സ്വന്തം മറ്റേ ഞാൻ ആസിഫ് അലി ഹായ്, മോഹൻലാൽ, മമ്മൂട്ടി എല്ലാരും ഉണ്ട് നമ്മളെ കൂടെ. നല്ലൊരു വൈബ് പ്ലേസ്. അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ജാക്കറ്റൊക്കെ ഉണ്ട്. ജാക്കറ്റൊക്കെ ഊരി വെച്ചതാട്ടോ. പക്ഷെ വീഡിയോ എടുത്ത് മൊഞ്ചാൻ വേണ്ടിട്ട് കണ്ടോ ഒക്കെ മഞ്ഞ് വീണ് കിടക്കണം. നല്ല ലങ്കി വിളങ്കി കിടക്കണുണ്ട് മഞ്ഞൊക്കെ വീണിട്ട്. നല്ലൊരു വൈബ് പ്ലേസ് ആണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരം വൈകിയോ എന്ന് സംശയം ഇവിടെ ആരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അടിപൊളിയാണ് കേട്ടോ. വെയിലുണ്ട് പക്ഷെ എന്നാലും തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇതിപ്പോ നല്ലൊരു കട്ടൻ ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ വൈബാക്കി ഇരിക്കാനുള്ള ഒരു പരിപാടിയാണ്. ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഗതി ഇപ്പൊ വരും. അതുവരെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാലോ. പഞ്ചാബി ഹൗസിൽ കണ്ട സാധനം ജീവിതത്തിൽ നമ്മൾ തിന്നിട്ട് വന്നു. ചപ്പാത്തിക്ക് അച്ചാറാ. ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ല. ഹനാൻ ചായ മേഘ ഇങ്ങോട്ടുള്ള മക്കളെ ജോസിനൊരു നേരത്തെ ഭക്ഷണം മേടിച്ചു. ക്ലൈമറ്റും നല്ല ലെമൺ ടീയും കൂടി പൊള്ളിട്ടാ ആവി പോണുണ്ടോ. ഇനി 1 hour മാത്രമേ ഉള്ളൂ. എടാ നമ്മള് മഞ്ഞാണെങ്കിൽ വെറും 1 മണിക്കൂറുള്ളൂ. എനിക്ക് വല്ലതും അറിയാം. അപ്പൊ ഓക്കെ പോവാം. സീൻ എടുക്കുന്നുണ്ട്. അവിടെ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതിനനുസരിച്ച് എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കാം. കുട്ടികൾക്കൊക്കെ ഉയരം കൂടുന്നതനുസരിച്ച് ചെവിയും മൂക്കും ഒക്കെ ഒരു അസ്വസ്ഥത വരുന്ന തുടങ്ങി കേട്ടോ. സോ അതൊക്കെ മൂടി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. എല്ലാവരും അത് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എടങ്ങളാരെന്താ എക്സ്പ്രഷൻ ഇടാത്ത മഞ്ഞുമലിന്റെ എക്സ്പ്രഷൻ മക്കളെ. എന്താണ് നോക്കൂ
വ്യൂ നോക്കടാ. ഇവിടെ ഫുൾ മഞ്ഞാടാ. ഇങ്ങോട്ട് നോക്ക്, ഐസ്ക്രീം കിടക്കണ. രണ്ടടിച്ചിറങ്ങി ചുറ്റും ഫുള്ള് മഞ്ഞ് കിടക്കണ. വണ്ടി ഒന്നും നിർത്തിയില്ലെങ്കിൽ ചാടി ഇറങ്ങിയിട്ട് കവർ ചെയ്യണം. നല്ല കാഴ്ചെടുക്കണ്ട്. ഒന്നും പറയാല്ല. എന്താന്നറിയില്ല, കണ്ണൊക്കെ നിറഞ്ഞിറങ്ങണം. ആ സോങ്ങും ആ വ്യൂവും ഫ്രണ്ട്സും എല്ലാരും കൂടി വേറെ ലെവൽ വൈബ് തന്നെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്താണ് വണ്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു കെട്ടിരിക്കല്ലേ, അതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യല്ലോ. മോനെ കാണുന്നുണ്ടോ? എന്താടാ നോക്കുമ്പോ ഫുള്ള് വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൈറ്റിലാണ് വിൻഡോസിലൊക്കെ. ഇവിടെ ടെന്റ് കെട്ടിയല്ലോ നമുക്ക്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ 13,000 അടി മുകളിലാണ് ഇപ്പൊ നമ്മള്. ഓ മോനെ സീന്. നല്ല ചൂടാവുമ്പോഴേക്കും കട്ടൻ ചായ കുടിച്ചാനുണ്ടാവും. റീലിന്റെ സോങ് സെറ്റ് ചെയ്ത് വരുന്നു അല്ലേ? എല്ലാരും ഓടി വാടി. കുടുംബശ്രീക്കാരൊക്കെ എവിടെ പോയി? ഓടി വായോ. അരേ ബാബു. അടിപൊളി. ഓക്കെ, ചൂടെടുക്കണ്ട. നമ്മളിപ്പോ എവിടെയെന്ന് അറിയോ? എവിടെ? സ്വർഗത്തിലാണ് ഗൈസ്. നമ്മള് സ്വർഗത്തില്. എന്താ ശരിക്കും അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. എന്തിന് ഇതാ മഞ്ഞായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇനി സ്വപ്നം എന്താ അറിയോ? നിങ്ങളും കൂടി സ്വപ്നം സാക്ഷാത്കരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി സെറ്റ് ആയിട്ട് വരണം. അപ്പൊ കണ്ടീന മക്കളെ, ഇതാണ് കുളു മണാലി, ഭൂമിയിലെ സ്വർഗം അല്ലേ? ഓക്കെ. മഞ്ഞ് കണ്ട് സെറ്റ് ആയപ്പോൾ ആരും പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ കിട്ടണില്ല കേട്ടോ. ഒക്കെ നിർബന്ധിച്ച് വീഡിയോസ് ഒക്കെ എടുക്കാണ് ഞാൻ. എല്ലാവരും മഞ്ഞ് കണ്ട കൗതുകത്തിലാണ്. ആക്കുന്നു. നാഫി നാഫി മഞ്ചേരിക്കാരൻ നാഫി. പണ്ട് എണീച്ചല്ലോ. എനിക്കല്ലേ ഇത് വാട്ടർ പ്രൂഫ് അല്ലട്ടോ. കാപ്പി കുടിച്ചാ കാപ്പി തോളിട്ട്. എടാ ചൂടെടുക്കുന്നടാ. ചൂടെടുക്കണ്ടേ? സത്യം. തണുപ്പുണ്ട്. ഞാൻ പിടിച്ചോടാ. ആകെ മഞ്ഞ് കയറി ഷൂസിന്റെ ഉള്ളിൽ ആകെ സീനാ. പോവണ്ടേ മിക്കവാറും. നല്ല രസായില്ലേ സംഗതി? അടിപൊളി. വാ, ആ താഴ്വര കിട്ടിയോ? നമ്മള് പ്രേക്ഷകരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. വാ, ജാവോ ബൈ. വാടാ. ഉടുത്തം വിട്ട വെയിലാണ്. മഞ്ഞാൻ പറഞ്ഞ തല വേദനിക്കുന്നുണ്ട്. ഗ്ലാസ് ഉരിങ്ങാണ്ട് ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കാൻ പറ്റൂല. പിന്നെ കാലിൻ്റെ ഉള്ളിൽ മഞ്ഞ് കയറി കാലാകെ മരവിച്ചു പോയി. ഷോക്സ് മാറ്റാണ്. എന്നിട്ട് നമുക്ക് ഭയങ്കര സീനാട്ടോ. മഞ്ഞ നല്ല രസമാണ്, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഭയങ്കര ഷോക്കാണ്. എനിക്ക് വീട്ടില് പോകണം. ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ സ്വർഗപാതയില് സ്വർഗത്തിലെത്തി. എവിടെ എന്താ എല്ലാരും വീട്ടിൽ കടന്നുറങ്ങിട്ട് കാര്യണ്ടോ മക്കളെ? അതെ, വീട്ടിൽ കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിൽ വന്ന് ചോറ് കഴിക്കുന്ന എല്ലാ ജീവിതം. ഇതാണ് ജീവിതം. ആസ്വദിക്കുക. ലൈഫ് ഈസ്
ഒന്ന് അത്ര തന്നെ നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ഭൂമിയിലെ സ്വർഗം. വയറ് നിറച്ചിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടാത്തോണ്ട് ബിലാൽ മഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഞ്ഞെടുത്ത് കഴിച്ചടാ. വിറ്റാമിൻ ABCD EFG LMN PQR ഒക്കെ കിട്ടും നമുക്ക്. मेरा सफर में जंगल है मेरे जस्ता चला मैं कॉपी कॉपी ഞാൻ വരും. ട്രിപ്പ് അടിപൊളിയാണ്. കിട്ടില്ല, ഇതൊക്കെ മണാലിക്ക് തന്നെ വീഡിയോ ആണ്, വ്ലോഗാണ്. ആരെയിലൊക്കെ 2 അക്ഷരം പറഞ്ഞു. ആ അടിപൊളി തറയാണെന്ന് എനിക്കറിയാം. പറയൂ പറയൂ പറയൂ. ഒരു പാട്ട് പാടി. നമ്മൾ നല്ലൊരു നാടൻ പാട്ട് പാടും. മക്കളെ എന്താ പറയുക? അതേതാ ഡയലോഗ്? അത് പറഞ്ഞു. മണാലിയില് പറയടാ. വീട്ടിലിരിക്കാണ്ട് വരിക, ഇവിടെ വരിക, എൻജോയ് ചെയ്യാ, അത്ര തന്നെ ഉള്ളു. രസമുണ്ടോ? 40-50 സൂപ്പ് 50 അവിടെ ഒരാൾ ചായയും സൂപ്പൊക്കെ വിൽക്കണ്ടായിരുന്നു കേട്ടോ. 50 രൂപ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ എന്നാലും എല്ലാവരും ഓരോന്നൊക്കെ വാങ്ങിട്ടോ. ഇവിടെ ഇരുന്ന് കുടിക്കുന്ന സുഖം താഴെ ഇരുന്ന് കുടിച്ചാൽ കിട്ടില്ലല്ലോ. പ്രത്യേക ഭംഗിയില്ല കാണാൻ. നല്ല സൂപ്പാണ്. സൂപ്പ് കുഴപ്പമില്ല, അടിപൊളിയാ. എന്താ സാധനം നമുക്ക് വിടൂല. അതൊക്കെ മൂപ്പര് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അച്ഛ ഭയ്യ. ഓക്കെ നൈസ്. ഓക്കെ यहाँ पे टूरिस्ट प्लेस है, यहाँ पे कोई गंदा नहीं करते हैं, जो खिलाते पिलाते हैं वो अपना डस्टबिन में डालते हैं. ये है रोहतांग की पहचान. सूप इज सो अच्छा, नाइस. स्नो यहाँ पे बहुत तगड़ी पड़ी है, 2 फुट है. ഓക്കെ. മൂപ്പര് നമുക്ക് സൂപ്പ് തന്ന്. പക്ഷെങ്കിൽ പൈസ കൊടുക്കാൻ നമ്മളൊക്കെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യണില്ല. പക്ഷെ അത്രയും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ ഒന്നുള്ള ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ട് പോയി. വാവ്. ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മളിത് അവിടെ സ്പെൻഡ് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് ആട്ടോ. താഴോട്ട് നോക്കിക്ക് ഇങ്ങനെ ചുവരി ഇറങ്ങണമൊക്കെ മഞ്ഞിൻ്റെ പാത ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ നിന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ബ്ലാക്ക് ലൈൻസ് റോഡ് പോണ കാണാൻ നല്ല ഭംഗിയല്ലേ. വണ്ടികളിങ്ങനെ എഴഞ്ഞ് ഒച്ച എഴുന്ന സ്പീഡ് മാത്രമേ പോകണുള്ളൂ കേട്ടോ. മഞ്ഞ് കണ്ട വയറ് നിറഞ്ഞു. നോക്കിയാൽ ഫുള്ള് എവിടെ നോക്കിയാലും ഫുൾ വൈറ്റ് കളറിൽ ഇങ്ങനെ മഞ്ഞുമലകളിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആസ്വദിച്ച് പോകണവരുണ്ട്. അതും കൂടി ട്രാഫിക്കിനൊരു ഘടകമാണ്. നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വണ്ടി എഴഞ്ഞ് നീങ്ങി നമ്മൾ ബോറടിച്ച് തുടങ്ങിയിട്ടോ. കാരണം കുറേ സമയം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഏകദേശം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. മഞ്ഞ് കണ്ട ആവേശത്തിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിന്ന് അറിയില്ലേ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് എനർജി അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആകെ ക്ഷീണിച്ച് എല്ലാവരും ഇങ്ങനെ ഒരു ഭയങ്കര ശാന്ത മൂഡിലാട്ടോ. ഇനിയൊരു സത്യം പറയട്ടെ, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇനി എന്ന് അങ്ങോട്ട് പോകാൻ പറ്റുക, ഒന്നും കൂടെ പോയി കാണില്ല. ഒന്ന് വല്ലാത്തൊരാഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും തണുത്തിട്ടേ
ഏകദേശം 5 മണിയപ്പോൾ നമ്മൾ സിസുവിൽ എത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എല്ലാവരും ചായ കുടിക്കലും നൂഡിൽസ് കഴിക്കലൊക്കെയാണ്. ഇവിടെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിബ് ലൈന് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മഞ്ഞുമലയും കണ്ട് ഈ ചൂടുള്ള നൂഡിൽസ് ഒക്കെ തിന്നുന്ന ഒരു രംഗം അടിപൊളിയായിരുന്നു. അഡ്വഞ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്ത് തന്നെ 10,000 അടി ഉയരത്തിലുള്ള ഏറ്റവും നീളം കൂടിയ 9 കിലോമീറ്റർ നീളം കൂടിയ ടണലും കൂടിയാണ് കേട്ടോ അത്. ഹിമാചലിലെ റോങ്താങ് എന്ന് പറഞ്ഞിട്ടുള്ള മലനിരകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടണൽ വെച്ചിട്ടുള്ളത്. ഈ അടിയിൽ നിന്ന് ഭയങ്കര തലവേദന വന്നു ഒമിറ്റ് ചെയ്താലൊക്കെ സീനടിച്ച് ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതാ വേണ്ടല്ലോ. എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റൂമിലേക്ക് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. റൂമിൽ ചെന്നപ്പോൾ അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു. സമയം ഏകദേശം 8 ആയിട്ടുണ്ടെന്ന് കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതാണ്. ബാക്കിയൊക്കെ നൂഡിൽസും ചായയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാണ്. സോ നല്ല ശരിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം.